ലവ് ജിഹാദ് വീണ്ടും ചർച്ചാ വിഷയമാകുന്ന സമയമാണ്. ക്രൈസ്തവ സഭയും ക്രൈസ്തവ സമുദായാംഗങ്ങളും യഥാർത്ഥത്തിൽ ആശങ്കയിലാണോ ഈ വിഷയത്തിൽ? സിറോ മലബാർ സഭയുടെ മുൻ വക്താവും സത്യദീപത്തിന്റെ എഡിറ്ററുമായ ഫാദർ പോൾ തേലക്കാട്ട് ഇത്തവണ Q18 ചേരുകയാണ്. നമസ്കാരം ഫാദർ, Q18 സ്വാഗതം. നമസ്കാരം. PC ജോർജ് ഉന്നയിച്ച ഒരു പരാമർശം വലിയ തരത്തിൽ അത് ചർച്ചയാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലവ് ജിഹാദ് എന്നൊരു വിഷയത്തിൽ ഒരു സമുദായം, ക്രൈസ്തവ സമുദായം ഇതിൽ ആശങ്കാകുലരാണ് എന്നുള്ളത് കണക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. അതൊരു മീനച്ചിൽ താലൂക്കിൽ മാത്രം 400-ലേറെ പെൺകുട്ടികൾ ലവ് ജിഹാദിൽ ഇരയായി എന്നുള്ളൊരു വലിയ കണക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ ക്രൈസ്തവ സമുദായം കടന്നു പോകുന്നുണ്ടോ? PC ജോർജ് പറഞ്ഞതിനെ ഫാദർ അനുകൂലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ലവ് ജിഹാദ് എന്ന വാക്കിൽ 2 പദങ്ങളുണ്ട്. സ്നേഹമെന്ന പദവും ജിഹാദ് എന്ന പദവും. ജിഹാദ് എന്ന വാക്ക് ശുദ്ധമായ ഇസ്ലാമിക് മതത്തിൻ്റെ പ്രയോഗമാണ്. അതുകൊണ്ട് ആ വാക്ക് അങ്ങനെ ബന്ധിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഇസ്ലാം വിശ്വാസികളെ സ്പർശിക്കുന്നതാണിത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? തീർച്ചയായിട്ടും തന്നെ സമൂഹത്തിൽ ചെറുപ്പക്കാരെ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ നേടുമ്പോൾ ഈ കോളേജുകളിലായാലും സ്കൂളിലാണെങ്കിലും നിരന്തരമായി സഹവർത്തിത്വത്തോടെ മിക്സ് ചെയ്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മതത്തിനതീതമായും മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ടും പ്രേമവും കല്യാണങ്ങളും സാധാരണമായി നടക്കാറുണ്ട്. ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കല്യാണം കഴിക്കാം, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കാം. അങ്ങനെ മതാന്തരമായി ബന്ധങ്ങളും വിവാഹങ്ങളും ഉണ്ടാകാറുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അങ്ങനെ പരസ്പരം നടക്കുന്ന വിവാഹങ്ങളെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് മതത്തിനുള്ളിൽ ജിഹാദ് എന്ന് പറയുന്ന ആ വിശ്വാസത്തിനുള്ളിൽ സംഘടിതമായ ഒരു സംഘം, ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു. ഈ പെണ്ണുങ്ങളെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ്. ഈ ചോദ്യമാണ് ഗൗരവമായി മാറുന്നത്. ആ ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജേക്കബ് പുന്നൂസ് ഇവിടെ പോലീസ് മേധാവിയായിരുന്നപ്പോൾ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ കേസാണ് ഹാദിയ കേസ്. അത് 2018 സുപ്രീം കോടതിയിൽ വരുന്നത്. സുപ്രീം കോടതിയും NIA നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയാണ്, അവരാണ് അന്വേഷിക്കുന്നത്. അവരോടും ചോദിച്ചു ലവ് ജിഹാദ് ഉണ്ടോ. അവരും സുപ്രീം കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ പരിപാടി ഇല്ല എന്നാണ്. അതുകൊണ്ട് പരസ്പരം കല്യാണം നടക്കുന്നില്ല എന്നതുമല്ല, അങ്ങനെ ഒരു മതത്തിനുള്ളിൽ സംഘടിതമായി നടത്തുന്ന ഒരു സംഘമോ ഒരു ഒരു സംഘടനയോ ഒരു ഗൂഢപ്രവർത്തനമോ ഇല്ല എന്ന് പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘങ്ങളുമാർ. ഇതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറയാൻ എന്താണ് കാരണമെങ്കിൽ അത് പോലീസിനോട് പറയേണ്ടതാണ്. അല്ലാതെ സമൂഹത്തിൽ പറഞ്ഞ് സമൂഹത്തിൻ്റെ സുസ്ഥിരമായ സാമൂഹ്യമായ മതപരമായ വെറുപ്പും വിദ്വേഷവും പരസ്പരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തികച്ചും കുറ്റകരമാണ്, ഉത്തരവാദിത്തരഹിതമാണ്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. 2020 ജനുവരി മാസത്തിൽ സിറോ മലബാർ സഭയുടെ സിനഡ് തന്നെ ഇതിനെക്കുറിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഉത്തരവാദിത്തരഹിതമാണെന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. അങ്ങനെ പരസ്പരം അകറ്റാനും പരസ്പരം മതത്തിൻ്റെ വൈരമുണ്ടാക്കാനും ശ്രമിക്കുന്നത് ഒരു സമൂഹത്തിൽ അപകടകരമാണ് എന്ന് തിരിച്ചറിയണം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുക, കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പരമോന്നതമായ അധികാരി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ 14 അറബി രാജ്യങ്ങളിലേക്ക് പോയി യാത്ര ചെയ്തിട്ടുള്ളത്. എന്തിനായിരുന്നു അദ്ദേഹം 14 അറബി രാജ്യങ്ങളിൽ പോയത് എന്ന ചോദ്യം പ്രസക്തമാണ്. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 മതങ്ങളാണ് ക്രൈസ്തവ മതവും ഇസ്ലാം മതവും. ഈ മതങ്ങൾ തമ്മിൽ വൈരങ്ങളുണ്ടാക്കുക, കുരിശുദ്ധങ്ങളുണ്ടാക്കുക എന്നുള്ള ഒരു ചിന്ത സാമുവൽ ഹണ്ടിങ്ടൻ്റെ തിയറിയുണ്ട്, വാർ ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞ്. അത് നടക്കാൻ പാടില്ല. അങ്ങനെ വൈരം ഉണ്ടാകരുത്. മതത്തിൻ്റെ അകത്ത് സമുദായങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കാൻ പാടില്ല. അത് സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ സമാധാനത്തിന് ഹാനികരമാണ് എന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പയാണ് പരസ്പരം മുസ്ലിം സമുദായവും മതവുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നത്, അതിൽ ഉടമ്പടികളും പ്രവർത്തനങ്ങളും നടത്തുന്നത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവമായി മെത്രാന്മാരും
നേതാക്കന്മാരും ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിനകത്ത് PC ജോർജിന് എതിരെ ഈ വിമർശനം ഫാദറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴും സഭ, സീറോ മലബാർ സഭ ഇതിനകത്ത് എടുത്ത നിലപാട് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ? PC ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന ഒന്നുമില്ല എന്ന് പറയുകയും പത്രക്കുറിപ്പിറക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അത് ആശ്ചര്യപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട്, സങ്കടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സീറോ മലബാർ സഭ 2020 ജനുവരി 14 പ്രസ്താവന ഇറക്കി ലവ് ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെ അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലൂടെ പറയേണ്ടത്, സമൂഹത്തിലുള്ള ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇവിടെ ഓർക്കേണ്ടത്, മതത്തിൻ്റെ ആളുകളായി സംസാരിക്കുന്നവർ സമൂഹത്തിലെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ, സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാൻ, വൈരം ഉണ്ടാക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. അത് ശ്രമിക്കുന്നില്ല എന്ന കുറ്റാരോപണമാണ് എനിക്ക് പറയാനുള്ളത്. അത് കുറ്റകരമാണ്, ഉത്തരവാദിത്തരഹിതമാണ്. ഈ സീറോ മലബാർ സഭയിൽ നിന്ന് ഇങ്ങനൊരു നിലപാട് വരുമ്പോൾ സഭയിലെ സമുദായ അംഗങ്ങളുടെ നിലപാടാണ് അത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അങ്ങനെയല്ല, ഇത് സമുദായം അംഗങ്ങൾ ചിന്തിക്കുന്നതല്ല ഈ പുറത്തേക്ക് വരുന്ന ഈ നിലപാട് എന്ന് കൂടിയാണ് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത്, അല്ലേ? ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ വൈരം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ ആരുമായിട്ടും വെറുപ്പിനും വൈരത്തിനും പോകേണ്ടവരുമല്ല. അങ്ങനെ പോകാനായിട്ട് ഒരു സന്നദ്ധരുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാധാനവും പരസ്പര സഹകരണവും പ്രതീക്ഷിക്കുന്നവരാണ്. ഇസ്ലാം മതവിശ്വാസികളുമായിട്ടും ഹിന്ദുക്കളായിട്ടുമൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായി പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും ആരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവ്വം പെരുമാറണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് വൈരത്തിൻ്റെ ഭാഷയല്ല പറയേണ്ടത്, സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ പറയാൻ ഇവർ പഠിക്കണം. അല്ലാതെ ചെയ്യുന്നത് ഉത്തരവാദിത്വരഹിതമാണ്, മാർപ്പാപ്പ പറയുന്നതിൻ്റെ ഘടകവിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉന്നതതല അന്വേഷണം വേണം, അങ്ങനെയാണ് വാർത്താക്കുറിപ്പിലൊക്കെ വന്നത്. ഈ വിഷയത്തിനകത്ത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്, ഇതിൽ ഉന്നതതല അന്വേഷണം വേണം എന്നാണ് ഈ സഭയുടെ തന്നെ ഈ പുറത്തേക്ക് വരുന്ന ഈ പ്രസ്താവനകളിലൊക്കെ വരുന്നത്. BJPയും ഉന്നയിക്കുന്നത് ഇങ്ങനെ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ ഏത് തരത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കണം? ഒരു ഉന്നതതല അന്വേഷണം ഈ വിഷയത്തിൽ, ലവ് ജിഹാദ് എന്ന് ആരോപിക്കപ്പെടുന്ന വിഷയത്തിൽ വേണം. തീർച്ചയായിട്ടും NIA പോലുള്ള സംഘം അവർ BJPയുടെ ഒരു രാഷ്ട്രീയ കക്ഷിയായി ഭരണം നടത്തുമ്പോൾ NIA അവരെ എങ്ങനെ ഉപയോഗിക്കും നമുക്കല്ല അറിയാവുന്നത്. അവർ പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വേറെ തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. കൊടുത്തിട്ട് നമ്മൾ സത്യാന്വേഷകരാകണം. ആരെയും വെറുക്കാൻ പഠിപ്പിക്കരുത്, ആരെയും ദ്രോഹിക്കാൻ പഠിപ്പിക്കരുത്, ആരെയും വെറുക്കാൻ ഉപദേശിക്കുകയും അരുത്. അത് ഉത്തരവാദിത്തരഹിതമാണ്, അധാർമികമാണ്, കുറ്റകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അന്വേഷിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. NIA അന്വേഷിച്ച് ഹാദിയ കേസിൽ NIA അന്വേഷിച്ചിട്ടാണല്ലോ ഒരു സത്യവാങ്മൂലം കൊടുത്തത്, സുപ്രീം കോടതി വിധിച്ചതും അതാണല്ലോ. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവ്വം നേതാക്കന്മാരും മതങ്ങളും മത അനുയായികളും ഒക്കെ പെരുമാറാനും സംസാരിക്കാനും പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ ഇടത് സർക്കാർ, സംസ്ഥാന സർക്കാർ ഇതിലൊരു മൗനമാണ് അവലംബിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? പലപ്പോഴും ഇതിനെതിരെ PC ജോർജിൻ്റെ ഇത്തരം വിഷയത്തിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനൊരു ചർച്ച വന്നപ്പോൾ അതിനെതിരെ എല്ലാം പ്രതികരിച്ചത് UDF ആണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ്. ഇടത് സർക്കാർ പറയേണ്ടത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം പക്ഷേ ഈ വിഷയത്തിനകത്ത് കാര്യമായൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇടതുപക്ഷം തീർച്ചയായിട്ടും സെക്കുലർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള സെക്കുലർ വിശ്വാസികൾ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന വിശ്വാസികൾ, പാർട്ടിയും രാഷ്ട്രീയക്കാരും തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിനോ ഒരു സംഘത്തിനോ ഒരു വൈരുദ്ധ്യത്തിനോ സംഘർഷത്തിനോ അല്ല നമ്മൾ വേരുപാകേണ്ടത്. മറിച്ച് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനും ഉള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഇത്തരം വൈരത്തിൻ്റെ ഏഷണികളും കുറ്റാരോപണങ്ങളും പരസ്പരം പറയുന്നതും പഴിചാരുന്നതും കുറ്റകരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇടതുപക്ഷ സർക്കാർ നിൽക്കുന്നു എന്ന് ഞാൻ പറയില്ല. അവരും ഉത്തരവാദിത്വപൂർവ്വം പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെയും ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും ഹിന്ദുക്കളും കേരളത്തിൽ സമാധാനപൂർവ്വമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം വഷളാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അവർ ഇങ്ങനെയുള്ള മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുണ്ടാക്കുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും
ഒരു സമാധാനത്തിൻ്റെയും സുസ്ഥിരമായ സഹോദരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സംസ്കാരം സൃഷ്ടിക്കാനും ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. ഫാദറിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിൽ ലവ് ജിഹാദ് കൂടുന്നു എന്ന് ആരോപിക്കുന്ന PC ജോർജിനെ പോലെയുള്ള നേതാക്കന്മാരും അത് അനുകൂലിക്കുന്ന സഭയിലെ വൈദികരും ഒരു കുരിശ് യുദ്ധത്തിനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്, അല്ലേ? അങ്ങനെയുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള വൈരം ഉണ്ടാക്കരുത്. മുസ്ലിങ്ങളെ വെറുക്കാൻ, ഏതെങ്കിലും മതത്തിലുള്ളവരെ വെറുക്കാൻ ഒരു കാരണവുമില്ലാതെ, ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കാതെ വൈരം ഉണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നത് കുറ്റകരമാണ് എന്ന് ഈ രാജ്യത്ത് നിയമമുണ്ട്. അത് ചെയ്യാതിരിക്കാനുള്ള വിവേകം ബന്ധപ്പെട്ട അധികാരികളും നേതാക്കന്മാരും കാണിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ PC ജോർജ് പറഞ്ഞ മറ്റൊരു പരാമർശം ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടികളെ നേരത്തെ വിവാഹം കഴിച്ചു വിടണം, അല്ലെങ്കിലാണ് ഈ ലവ് ജിഹാദ് ഉണ്ടാകുന്നത്, 21-22 വയസ്സിനുള്ളിൽ തന്നെ വിവാഹം കഴിച്ചു വിടണം എന്ന് ഒരു കാര്യമുണ്ട്. അതൊരു ആശാസ്യകരമായിട്ടുള്ള ഒരു പരാമർശമാണോ? അങ്ങനെയാണോ താങ്കളെ പോലുള്ളവരും ചിന്തിക്കുന്നത്? അങ്ങനെയാണോ? PC ജോർജ് ഇതിനു മുമ്പ് ചില പ്രസ്താവനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാൻ ആരെയും താഴ്ത്തിക്കാണാനോ മോശമായിട്ട് തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. PC ജോർജും സ്ത്രീ പുരുഷന്മാർ സമന്മാരായിട്ടും സമത്വമുള്ളവരായിട്ടും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്. അവർക്ക് അവരുടെ പഠിക്കാനും വളരാനുള്ള എല്ലാ സന്ദർഭങ്ങളുണ്ട്. അവരുടെ കല്യാണം കഴിക്കണമെന്ന കാര്യം അവരുടെ കുടുംബവും അവരുമാണ് തീരുമാനിക്കേണ്ടത്. അത് ആരുടെ മേലും കെട്ടിയേൽപ്പിക്കാനും ഇത്ര പ്രായത്തിൽ കല്യാണം കഴിച്ചോളണം എന്നൊരു കൽപ്പന ഇറക്കാനൊന്നും PC ജോർജിന് എന്താണ് ഉത്തരവാദിത്വം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ നിന്നൊക്കെ മാറി നിന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും സമന്മാരായി സമത്വത്തോടെ കാണാനും അങ്ങനെ വളർത്താനുമുള്ള ഈ ക്രൈസ്തവ കുടുംബങ്ങളിലെ അന്തരീക്ഷം വഷളാക്കാൻ എന്തിനാണ് PC ജോർജ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കാസെ പോലുള്ള സംഘടനകളും ഈ സമയത്ത് PC ജോർജിന് വലിയ പിന്തുണയുമായിട്ട് വരുന്നു. അങ്ങനെ ഒരു തീവ്രവാദ വികാരം സമുദായത്തിനുള്ളിൽ വളർത്താൻ അത്തരം കാര്യങ്ങൾ ഇടവരുത്തില്ലേ? തീർച്ചയായിട്ടും അപർണ പറയുന്നത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. കാസ പോലുള്ള മുസ്ലിം വൈരത്തിൻ്റെ സംഘടനകൾ ഇവിടെ വളരുന്നുണ്ട്. അത് വിവേകത്തോടെ കാണാനും അതിനെ നിയന്ത്രിക്കാനും അങ്ങനെ അതിനകത്തേക്ക് പോയി വൈരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളാകാതെ വേഗപൂർവ്വം വർദ്ധിക്കാൻ എല്ലാവരെയും ഉപദേശിക്കുകയും എല്ലാവരെയും നേർവഴിക്ക് നടത്തേണ്ടവർ തന്നെ വഴിതെറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ്. സമൂഹവും ജനങ്ങളും തിരിച്ചറിയണം ഇത്തരം പ്രവൃത്തികളെ, ഇത്തരം നടപടികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമൂഹമാണ്, ക്രൈസ്തവ സമൂഹമാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്. ക്രൈസ്തവ സമൂഹം പക്വതയാർന്ന വിധത്തിൽ, മാനവികമായ വിധത്തിൽ എല്ലാവരെയും സമ്മന്മാരായി കാണാനും എല്ലാവരുടെയും സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറാനും ശ്രമിക്കണം. പകരം വൈരത്തിൻ്റെ വെറുപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ, അങ്ങനെയുള്ള കമ്മ്യൂണൽ ശക്തികളെ, അങ്ങനെയുള്ള വർഗീയ ശക്തികളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയും കാലഘട്ടത്തിൻ്റെ വിളിയുമാണ് അതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീവ്രവാദ വികാരം ഉയർത്തുന്ന സംഘടനകൾക്ക് അവരുടെ വാദങ്ങൾക്ക് സഭയുടെ അകത്തു നിന്ന് പിന്തുണ കിട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അങ്ങനെ പിന്തുണ കിട്ടുന്നു എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ തരത്തിലല്ല ബിഷപ്പുമാർ സംസാരിക്കേണ്ടത് എന്ന് വനം മന്ത്രി തന്നെ തിരിച്ചു വിമർശിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ പോയി. ഇതിലൊരു സമന്വയത്തിൻ്റെ പാത സഭയ്ക്ക് സർക്കാരുമായി വേണ്ട എന്നുള്ളൊരു തോന്നൽ പുറത്തേക്ക് വരുന്നുണ്ടോ? ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പിതാക്കന്മാരൊക്കെ നേരിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നത് പോലെ സംസാരിക്കാതിരിക്കാനെങ്കിലും പഠിക്കണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സമചിത്തതയോടുകൂടി സൗഹാർദ്ദമായി സംസാരിക്കാനും പ്രശ്നങ്ങളെ അതിജീവിക്കാനും സംഭാഷണത്തിൻ്റെ ഭാഷയിലാണ്, സംഭാഷണത്തിൻ്റെ മാർഗമാണ് ഏത് പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള മാർഗമെന്ന് സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ഇങ്ങനെയുള്ള വർഗീയമായ വെറുപ്പിൻ്റേതായ വർഗീയതയും ചേരിതിരിഞ്ഞുള്ള സംഘടനത്തിൻ്റേതായ പാതകൾ സ്വീകരിക്കുന്നത് തികച്ചും അപകടകരമാണ്. അത് പിതാക്കന്മാരാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതല്ലാതെ പോയാൽ
അവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ ആളില്ലാതെ വരുന്ന അപകടകരമായ അവസ്ഥ ഇവിടെ സംജാതമാകും എന്നുകൂടി പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള വഴിയിലല്ല അവർ പോകേണ്ടത്. മാർപ്പാപ്പയൊക്കെ വെട്ടിത്തെളിച്ച് തരുന്ന സിനഡാലിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും മനസ്സിലാകാത്ത ആളുകളാണോ ഇവർ എന്ന് സംശയിച്ചു പോവുകയാണ്. ദുഃഖമുണ്ട്, ഖേദമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ ഇപ്പോൾ ഈ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ച് കാണാറില്ല. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ പോലും BJPയോട് കേന്ദ്ര സർക്കാരിനോട് പരസ്യമായിട്ട് തന്നെ ഒരു മയപ്പെട്ട സമീപനമാകാം എന്ന് ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരൊക്കെ കേരളത്തിൽ നിലപാടെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണോ? അങ്ങനെ സംശയിക്കുന്ന ചില നടപടികൾ പണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടം അസ്തമിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അത് അസ്തമിച്ചില്ല എന്ന് തെളിയിക്കുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കാൻ ഇപ്പോഴത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഗൗരവമായി കാര്യങ്ങളിൽ ഇടപെടണം. അത് അദ്ദേഹത്തിൻ്റെ കൂടി ചുമതലയാണ്. പഴമ ആവർത്തിക്കാനല്ല അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി പുതിയതായി തിരഞ്ഞെടുക്കേണ്ടത്. പുതിയ ആൾ പുതിയ വഴികൾ കണ്ടെത്താനും പഴയ പാതകൾ ഉപേക്ഷിക്കാനും പുതിയ നയങ്ങളും പുതിയ തുടക്കങ്ങളും ഉണ്ടാക്കാനും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും മാർഗങ്ങൾ സ്വീകരിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ വിനാശകരമായ വിനാശത്തിൻ്റെ ബുദ്ധി കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് പുതിയ സഭയുടെ അധ്യക്ഷൻ കൂടുതൽ വഴികളൊരുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP അടക്കം ഉറ്റുനോക്കുന്നത് ക്രൈസ്തവ മേഖലകളിലേക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ അങ്ങനെ ഒരു ക്രൈസ്തവ വോട്ടുകൾ കൂടെ നിൽക്കും. ഇത്തരം പ്രത്യേകിച്ച് സഭകളുടെ പല നിലപാടുകളും അങ്ങനെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഭാഗത്ത് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നുണ്ടോ ഫാദർ? തീർച്ചയായിട്ടും അതൊരു സാധ്യതയാണ്. BJPയെ പോലെ ഉള്ള ഹിന്ദുത്വ സംഘടന ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിൽ അവർ അധികാരത്തിൽ എവിടെയെങ്കിലും വരണമെങ്കിൽ അവർ മുസ്ലിങ്ങളെ എതിർക്കുകയും അവരെ വെറുക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കൂടി നല്ല ബന്ധമുണ്ടാക്കി അവരുടെ സഹകരണത്തോടുകൂടി അല്ലാതെ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികളെ ഇങ്ങനെ വശീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടോ എന്ന് ഗൗരവമായി ആശങ്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആ വഴിയിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള വേഗം സഭയുടെ നേതാക്കന്മാർക്ക് ഉണ്ടായില്ലെങ്കിൽ അത് അപകടത്തിൻ്റെ വഴിയാണ് എന്ന് തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊന്നും ഞാൻ പറയില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ആ ലക്ഷണങ്ങളിലേക്ക് പോകുന്നത് ഗുണകരമായിരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് വളം വെക്കുന്നത് ആരാണ്? ഇത് പ്രതിരോധിക്കാൻ LDFനോ UDFനോ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ആലോചിക്കേണ്ട ചില പ്രശ്നങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ വെറുപ്പ് കൊണ്ട് രാഷ്ട്രീയം മുതലെടുക്കാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഇവിടുത്തെ സകല സമുദായങ്ങളും മതങ്ങളുമൊക്കെ വീണ്ടും വിചാരം നടത്തേണ്ട ഗൗരവമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വർഗീയത ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരപകടമുണ്ട് നമുക്കറിയാം. വെള്ളക്കാരുടെ രാജ്യത്ത് വെള്ളക്കാർ മാത്രമേ പാടുള്ളൂ എന്നും വെള്ളക്കാരുടെ ആധിപത്യം ഉണ്ടാകണമെന്നും കരുതിയ ഒരു കാലഘട്ടം വിജയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ അമേരിക്കയിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ വർഗീയത അവരുടെ ആധിപത്യം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പഴയ കാലങ്ങൾ മറക്കരുത്. നാസികളുടെയും ഫാസിസ്റ്റുകളുടെയും ഒക്കെ കാലങ്ങളും അതിൻ്റെ ദുരിതങ്ങളും അതിൻ്റെ യുദ്ധങ്ങളും ഉണ്ടാക്കിയ ഒരു കാലഘട്ടമുണ്ട്. നാസികൾ 50 ലക്ഷം യഹൂദരെയാണ് കൊന്നൊടുക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രബോധം ഉണ്ടാക്കേണ്ടത്, പഴമകളെ ഓർക്കേണ്ടത്, പഴമ ആവർത്തിക്കാൻ, ചരിത്രത്തെ ഓർമ്മിക്കേണ്ടത്, ചരിത്രം പഠിക്കേണ്ടത്, ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ അനിവാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ആ നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് ലോകം മനുഷ്യക്കുരുതിയുടെ ലോകമായി എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് നാസിസം ഉണ്ടായി? വീണ്ടും സ്റ്റാലിനെ പോലുള്ളവർ, മാവോയെ പോലുള്ളവർ കൂട്ടക്കുരുതികൾ നടത്തി എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും. ആ ചരിത്രം നമ്മുടെ മുമ്പിൽ പാഠമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചരിത്രം ആവർത്തിക്കുന്ന അപകടം
ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയുന്നത്. ഈ ഫാദറിനോട് കഥാവശേഷത്തെക്കുറിച്ച് കൂടി അന്ന് അത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് സീറോ മലബാർ മെത്രാൻസിൻ്റെ ഇടയിലെ 3 പ്രമുഖർക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ കയറാൻ ഉള്ള അധികാരമുണ്ട് എന്നൊക്കെയുള്ള അത്തരം പരാമർശങ്ങളൊക്കെ അങ്ങനെ അതിൽ ഉൾപ്പെട്ടതിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു ആത്മകഥയിൽ ആത്മാംശവും അതിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും വന്നു പോകാം. അത് ഒരു ആത്മവിമർശനത്തിൻ്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ പിതാക്കന്മാരെക്കുറിച്ചും മെത്രാന്മാരെക്കുറിച്ചും വൈദികരെക്കുറിച്ചും പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത്, പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക. പ്രത്യക്ഷമായ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പലതും നമ്മൾ അടിയറ വയ്ക്കേണ്ടി വരുന്നുണ്ട് എന്ന് കാണാൻ കണ്ണുള്ളവർക്ക് കാണാം. എന്തെങ്കിലും അടിയറ വയ്ക്കാതെ അനീതിപരമായി കിട്ടാൻ പാടില്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബന്ധങ്ങൾ ഉണ്ടാക്കി ആ ബന്ധങ്ങളുടെ ചാലുകളിലൂടെ പാലങ്ങളിലൂടെ അവിഹിതമായി നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ അവകാശങ്ങൾ, തൻ്റെ അധികാരങ്ങൾ, തൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ചിലർക്കൊക്കെ പണയം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ ആശ്വാസകരമായി വന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഫാദർ പോൾ തേലക്കാട്ടിനെ ആ വിഷയത്തിൽ ചതിച്ചത് ആരാണ്? ഞാൻ സഹോദരി, കോടതിയിലിരിക്കുന്ന കേസാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോടതിയിലൂടെ കാണാതെ എന്താണ് വരാൻ പോകുന്നത്. ഏതായിരുന്നാലും എനിക്കെതിരെ മെത്രാന്മാർ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കോടതിയിലിരിക്കുകയാണ്. അവിടെ വെച്ച് നമുക്കിത് കാണാം. ഞാൻ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നത് യുക്തമല്ല. അത് കോടതി അലക്ഷ്യമാകില്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിഷപ്പ് ഫ്രാങ്കോയെ പോലുള്ള സഭാ നേതാക്കളെ സംരക്ഷിക്കാൻ സഭ ശ്രമിച്ചു എന്നതടക്കമുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധാർമ്മികത സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു പരിപൂർണമായിട്ടുള്ളൊരു ധാർമ്മികത സഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായും ധാർമ്മികമായ അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സഭ ജീവിച്ചു പോകുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നുണ പറയുക, വ്യാജങ്ങൾ ചെയ്യുക, വാക്ക് മാറുക, നുണ പ്രത്യക്ഷമായി പറയുക, ഇതൊന്നും സഭയുടെ നേതാക്കന്മാരിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാർപ്പാപ്പയോട് പോലും നുണ പറഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏത് യുദ്ധം ചെയ്യാനും നുണ പറഞ്ഞ് യുദ്ധം ജയിക്കാമെന്ന് കരുതുന്നവർ നുണയുടെ ആളുകളായി മാറും. സഭയുടെ തലത്തിലുള്ളവർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി തോൽക്കാൻ സന്നദ്ധരാകേണ്ടവരാണ്. അവിടെ ജയിക്കാൻ വേണ്ടി നുണ പറയുകയും അധർമ്മം കാണിക്കുകയും അനീതി ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ഗൗരവമായി സഭാമണ്ഡലത്തിൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. കൂടുതൽ ഇതൊക്കെ പറഞ്ഞ് സ്വന്തം കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് നാറ്റിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് വിധേയമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഭയുടെ അകത്തു നിന്ന് ആത്മവിമർശനം തയ്യാറാകണം. ആത്മവിമർശനമില്ലാത്ത ഏത് സമുദായവും പുരോഗമിക്കില്ല, ആരോഗ്യകരമായി വളരില്ല, നന്നാവില്ല. അതിൻ്റെ അപാകത, ധർമ്മത്തോടുള്ള വിശ്വസ്തരുടെ അപാകത കുറേ കാലങ്ങളായി സീറോ മലബാർ സഭയിൽ നിരന്തരം നടക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ ദുഃഖമുണ്ട്. ഒറ്റ ഒരു ചോദ്യം കൂടി ഫാദർ, ഈ 10 കാശിന് ആത്മാവിനെ വിൽക്കാൻ താൻ തയ്യാറല്ല എന്ന് ഒരിക്കൽ ഫാദർ പറഞ്ഞത് മറ്റൊരു വൈദികനുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രസ്താവനകളും പല സംഘർഷങ്ങളും ഈ സഭയിൽ നിന്ന് വരുന്ന വിഷയങ്ങളും എല്ലാം പണവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണോ ഉള്ളത്? ക്രൈസ്തവ സമുദായാംഗങ്ങൾ പോലും അങ്ങനെയാണോ കരുതുന്നത്? അതായത് കാതലായിട്ടുള്ള വിഷയം വിശ്വാസപരമായിട്ടുള്ളതല്ല, സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് എല്ലാം, അങ്ങനെയാണോ കരുതേണ്ടത്? സമ്പത്തിനെ ദൈവമാക്കുന്ന അപകടം സമൂഹത്തിൽ എപ്പോഴുമുണ്ട്. അത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വൈറ്റ് ഹെഡ് ഉപയോഗിച്ച് ചോദിച്ച് വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. നിങ്ങൾ ദൈവമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് മൗലികമായ പ്രശ്നം. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അധികാര ദൈവമെന്ന് പറയാം, പണത്തിന് ദൈവമെന്ന് പറയാം, സമൃദ്ധിക്ക് ദൈവമെന്ന് പറയാം. ഇതൊന്നുമല്ല ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ദൈവമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന
വിനാശകരമായ അന്ധകാര യോഗങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാതിരിക്കുന്നതാണ് സഭയ്ക്കും സമൂഹത്തിനും ജനങ്ങൾക്കും എല്ലാം ആവശ്യം. അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വൈരങ്ങളും വൈതരണികളും ദുരന്തങ്ങളുമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കൊക്കെ പക്വതയുണ്ടാകട്ടെ, നമുക്കൊക്കെ വിവേകമുണ്ടാകട്ടെ എന്നേ പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ വളരാതിരിക്കട്ടെ. വളരെയധികം നന്ദി ഫാദർ, ഈ സമയത്ത് നമുക്കൊപ്പം ചേർന്നതിന്, ഈ എല്ലാ മറുപടികൾക്കും വളരെയധികം നന്ദി. QA2 ചേർന്ന് താങ്ക് യു.